ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു നിങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന്. സോ വെൽക്കം ടു സ്രോസ് വ്ളോഗ്സ്. എനിക്കും അർച്ചനയ്ക്കും ഡേ ടു ഡേയിലേക്കായിരുന്നു പോകേണ്ടത്. അതുകൊണ്ട് തന്നെ അനിൽ ചേട്ടൻ ഞങ്ങളെ ഡേ ടു ഡേ വരെ ആക്കി തന്നു. നാട്ടിൽ നിന്ന സമയത്താണെങ്കിലും വെക്കേഷൻ പോയ ടൈമിലാണെങ്കിലും ഞാൻ കൂടുതലും അമ്പലങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്തും അവിടെ പോയി എന്നുള്ളൊരു ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഒന്നെങ്കിൽ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വരാറുണ്ട്. ഈ മുമ്പൊക്കെ പോയ സമയത്ത് വിഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചത് ഞാൻ എൻ്റെ റൂമിൽ തന്നെ നാട്ടിൽ വെച്ചിട്ട് തന്നെ വരുമായിരുന്നു. കാരണം എനിക്ക് കൊണ്ടുവരാൻ പറ്റുമൊന്നുമില്ല, അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഞാൻ എല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കൊണ്ടുവന്ന ശേഷം എനിക്കെന്തോ അവരെ നല്ല കറക്റ്റായിട്ട് വെക്കണം, നല്ല രീതിയിൽ അവിടെയൊക്കെ സെറ്റാക്കി കബോർഡിനകത്ത് വെക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിയപ്പോഴത്തേക്ക് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഡേ ടു ഡേയിലേക്ക് പോയത്. ഈ കൂട്ടത്തിൽ അർച്ചന ഒരു ഫിഷ് ബോൾ വാങ്ങിച്ച പിന്നെ ഫിഷ് വേണമല്ലോ. പിന്നെ ഞങ്ങൾ ഫിഷിനെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ആക്ച്വലി അർച്ചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഫിഷിനെ വാങ്ങാൻ വേണ്ടി പോയി. പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഈ ഗോൾഡ് ഫിഷ് എന്നെ നോക്കി ഇങ്ങനെ കാണിച്ചപ്പോൾ എൻ്റെ മനസ്സലഞ്ഞ് ഞാൻ ഇതിനെയൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇന്ന് വരെ മീനെ വളർത്തിയിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാണ് ഇതിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനും വാങ്ങിച്ചു, അർച്ചനയും വാങ്ങിച്ചു. ഈ ഫിഷ് മാത്രമല്ല കേട്ടോ, കുറേ ഫിഷ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ റാബിറ്റ് ഉണ്ടായിരുന്നു, കുറേ കിളികളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക്. ഇതിൻ്റെയൊക്കെ സൗണ്ടും ഇതിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് വളർത്താൻ വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഫിഷിനെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം അർച്ചനയുടെ അക്കോമഡേഷനിലേക്ക് പോയി. ഞാൻ അതിനുശേഷം റൂമിലേക്ക് വന്നിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഫിഷിനെ അങ്ങോട്ട് ബൗളിലാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലായിരുന്നു. ഇതിനകത്തിടാനുള്ള സ്റ്റോണും ഞാൻ ഡേ ടു ഡേ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇട്ട് വന്നപ്പോഴാണ് ബോൾ ചെറുതാണെന്നും മീൻ വലുതാണെന്നും എനിക്ക് മനസ്സിലായത്. അപ്പം തൽക്കാലം ഞാൻ ഇതിൽ തന്നെ മീനെ ഇട്ടിട്ട് പിന്നെ ഞാൻ പോയൊരു വലിയ ബോൾ വാങ്ങുക ചെയ്തത്. അങ്ങനെ മീനെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്ന് ഇവിടെ കരാമ ഫെസ്റ്റ് കിടക്കുന്ന ടൈമാണ്. ആക്ച്വലി ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളെ എഡിറ്റ് ചെയ്തിട്ട് ടൈം എടുത്തതേ ഉള്ളൂ. ഒരുപാട് ദൂരമൊന്നും എനിക്കിത് കാണാൻ വേണ്ടി പോകണ്ട, കാരണം ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. കാരണം കരാമ നിങ്ങൾക്കറിയാലോ ഹോട്ടൽസിൻ്റെ കേന്ദ്രമാണ്. സോ ഈ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആ ടൈമിൽ ഭയങ്കര ബഹളവും ഒച്ചപ്പാടൊക്കെ തന്നെയായിരുന്നു. എനിക്കെന്തോ ഒരുപാട് ഇങ്ങനെ ക്രൗഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പോലെ തോന്നിയായിരുന്നു. പിന്നെ കുറച്ച് നേരം നടന്നൊക്കെ കഴിഞ്ഞ് അവിടെ കണക്കുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇതിന് വേറൊരു സ്റ്റേജായിട്ട് തന്നെ അവർ പരിപാടികൾ നടത്താൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അനിൽച്ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിൽച്ചേട്ടനൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചില ഹോട്ടൽസിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടൊക്കെ വേണമായിരുന്നു നമുക്കൊന്ന് സീറ്റ് പോലും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ തപ്പിപ്പിടിച്ച ഒരു സ്ഥലത്ത് കയറിയിരുന്നു. ചോറ്, പൊറോട്ട, ബിരിയാണി, ബീഫ് കറി അങ്ങനെയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ കുറേ നേരം കാര്യം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നിന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീലായിരുന്നു. കാരണം നമ്മൾ കുറേ അറിയാവുന്ന ആൾക്കാർ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഒന്നിച്ച് ഫുഡ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നടക്കാൻ പോയി. ഫ്രൂട്ട് ബേ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ അങ്ങോട്ടത്തേക്ക് കയറിയില്ല. പിന്നെ ഞങ്ങൾ മൗസിയിലേക്കാണ് പോയത്. ഇവിടെ നല്ല അവൽ മിൽക്ക് കിട്ടും. പിന്നെ കൂടാതെ അനിൽച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യാന്നൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. Happy birthday to my friend. Happy birthday dear my friend. Happy birthday to you. Happy birthday to you. Happy birthday to my friend. Happy birthday dear my friend. Happy birthday to you. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.